ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാനിതിൻ്റെ ക്യാരക്ടർ ഏതാക്കുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ അനിയത്തി ഇത് പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ പിന്നെ വേറെ ഒന്നും വിചാരിച്ചില്ല, അത് തന്നെ അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഹലോ കിറ്റീനെ വെട്ടിയെടുത്തു, വരച്ചെടുത്തു, എല്ലാം കഴിഞ്ഞ് ഒട്ടിച്ചും എടുത്തു. ഇനി നമുക്കിതിലേക്ക് സ്പോഞ്ച് കയറ്റി കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു, ഞാൻ എൻ്റെ ഫസ്റ്റ് ആയിട്ടുണ്ടാക്കുന്ന ഒരു ബ്ലൈൻഡ് ബാഗാണിത്. അങ്ങനെ ഫുൾ പഞ്ഞിയെല്ലാം നിറച്ചെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കാര്യമായിട്ട് വേറെ പരിപാടികളൊക്കെ ഉള്ളത് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ, ഹലോ കിറ്റിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഈ ഹലോ കിറ്റി മാത്രം മതി ഈ ബ്ലൈൻഡ് ബാഗിനെന്നാണ്. ബട്ട് കാര്യം ഉണ്ടായത് എന്തെന്ന് വെച്ചാൽ, ഞാൻ ഹലോ കിറ്റീനെ ഉണ്ടാക്കി, അതിൻ്റെ ബോക്സെല്ലാം കവർ പോലത്തെ സംഭവമൊക്കെ ഉണ്ടാക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഉണ്ടാക്കിയ കവർ കുറച്ച് വലുതായിപ്പോയി. അപ്പോൾ ഇത് മാത്രമായാൽ സെറ്റാവില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേറൊരു സംഭവം കൂടി ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ ഹലോ കിറ്റിനെ ഫുൾ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ മാർക്കും പിന്നെ മറ്റേ സീസേഴ്സിൻ്റെ മാർക്കൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. അതും ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ, ഞാൻ പറഞ്ഞില്ലേ വേറെ സംഭവം കൂടി ഉണ്ടെന്ന്, അത് ഞാൻ ലവാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതും വെട്ടിയെടുക്കാം. ഇനി ഒട്ടിച്ച് അതിൻ്റെ ഉള്ളിലും സ്പോഞ്ച് നിറച്ചെടുക്കാം. ഇനി ഫുൾ സ്പോഞ്ചൊക്കെ നിറച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് അതിലേക്ക് ഫുള്ള് പാക്ക് ചെയ്ത് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ത്രില്ലിലാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ വീഡിയോയിൽ ഞാൻ അൺബോക്സിങ് കൊടുക്കുന്നില്ല. ഇനി ഞാൻ ഒരു ഷോർട്ടും കൂടി വിടുന്നുണ്ട്. അതിലാണ് എൻ്റെ അൺബോക്സിങ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായാലും കാണുക, അല്ലെങ്കിൽ അതാണ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും കാണാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതും ഫുള്ള് പാക്ക് ചെയ്തെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ മറ്റേ യൂഗോട്ടൊക്കെ ചെയ്യില്ലേ, അത് ഞാൻ എഴുതുന്നുണ്ട്, യൂഗോട്ട് എന്നൊക്കെ എഴുതിയിട്ട്. അപ്പോൾ ഇതിൽ റയറാണ് ഞാൻ കൊടുക്കുന്നത്. റയറായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് പിങ്ക് കളറാണ്. എന്നിട്ട് ഇതിൽ റയർന്നെല്ലാം എഴുതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുൾ എഴുതിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ബാഗ് എന്ന് പറയുന്നത്, ബ്ലൈൻഡ് ബാഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കാം. ഞാൻ ഹലോ കിറ്റീനെ ഇട്ടു, പിന്നെ നമ്മുടെ ലവ് സാറിനെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് യൂഗോട്ട് ഇട്ട് കൊടുക്കണം. അതിന് മുമ്പ് കുറച്ച് ചെക്കൊക്കെ ആവാം ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ. ഇനി നമുക്ക് യൂഗോട്ടിനെ ഇട്ട് കൊടുക്കാം. എനിക്കെന്തോ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇതിങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ. ഞാൻ ഉണ്ടാക്കിയൊരു സാധനം ഇങ്ങനെ നന്നായിട്ട് പാക്ക് ചെയ്യുമ്പോൾ. ഇനി നമുക്കിത് ഒട്ടിച്ച് കൊടുത്തിട്ട് മറ്റേ സിസേഴ്സിൻ്റെ സൈനും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നോർമൽ, എപ്പിക്ക്, ലെജൻഡ്, റയർ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ഗൈസ്.